കോൺഗ്രസിൻ്റെ മഹിള ആയിരുന്നാലും പുരുഷുമായിരുന്നാലും സമരങ്ങൾ എന്നാൽ ബഹു കോമഡിയാണ്. ഇതേ പുതിയൊരു ഐറ്റം എത്തിയിട്ടുണ്ട്. മഹിളാ കീലേരികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതിഷേധ സമരത്തിൻ്റെ വീഡിയോ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തീവ്ര പ്രതിഷേധവുമായിട്ട് വന്ന് ചെറിയൊരു ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ആ പ്രതിഷേധിക്കാൻ വന്ന മഹിളാ കീലേരികളിൽ ഒരാളുടെ തനി കുണം പുറത്തു വന്നു. ഉടനടി വെല്ലുവിളിയായി. തിരിച്ച് ജലപീരങ്കിക്കാരനും അതേ രീതിയിലൊന്ന് പ്രതികരിച്ചു. അടാർ കോമഡിയായി. അതായത് ഞങ്ങളിവിടെ എന്തും കാണിക്കും, പോലീസുകാർ കയ്യും കെട്ടി നോക്കിയെന്നോളണം, അല്ലെങ്കിൽ ഞങ്ങൾ പുലഭ്യം പറയും. പരമാവധി അവരെ ചൊറിയാൻ പറ്റുന്ന രീതിയിലെല്ലാം ചൊറിയും. ആ ചൊറിഞ്ഞതിന് ശേഷം ജലപീരങ്കിയെങ്കിലും കൊണ്ട് പോട്ടെ എന്ന് കരുതിയാണ് അടിക്കുന്നത്. അത് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നേരെ അസഭ്യവർഷം തുടങ്ങി. സ്വാഭാവികമായിട്ടും അതിനകത്തിരിക്കുന്നത് മനുഷ്യരാണ്. മുഖത്ത് നോക്കി വീട്ടിൽ വിളിക്കുന്ന ഭാഷ അതേപടി വിളിച്ചാൽ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അവരെ കൈവശമുണ്ടായിരുന്ന ജലപീരങ്കിയാണ്. ചെറുതായിട്ടൊന്നുകൂടി ആ ബട്ടൺ ഒന്ന് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പെൺ കീലേരിമാർ ഓടി മാറിയതിന് ശേഷം പിന്നെ അവിടെ കിടന്ന് മെഴുകി വാരുന്ന കാഴ്ചയാണ് കണ്ടത്. ഒന്നുകിൽ പുട്ടിയിട്ട് സമരത്തിന് പോകാതിരിക്കണം. സമരത്തിന് പോയി കഴിഞ്ഞാൽ ജലപീരങ്കി അടിക്കും, ചിലപ്പോൾ ലാത്തി ചാർജ് ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും. ഇതൊന്നും പാടില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ ഞങ്ങളെ തൊഴുതുകൊണ്ട് നിൽക്കണം. ഞങ്ങൾ സതീശ മാടമ്പിയുടെ അനുയായികളായിട്ട് വരുന്നവരാണ്. ആ തമ്പ്രാനെ പരിഗണിക്കുന്ന പോലെ ഈ തമ്പ്രാട്ടിമാരെയും പരിഗണിച്ചു കൊള്ളണം എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. നടക്കണ കേസാണ്. പോലീസുകാരെ സംബന്ധിക്കുന്നിടത്തോളം പ്രതിഷേധ സമരങ്ങൾ പിരിച്ചുവിടാൻ വേണ്ടി അവർ കുറച്ചു നേരം ക്ഷമിക്കും. വീണ്ടും പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോകും. അതുമാത്രമല്ലേ ചെയ്തോളൂ. അതിനിങ്ങനെ പൊട്ടി ഒലിക്കേണ്ട കാര്യമുണ്ടോ? ഇറങ്ങി വാടാ വിളിക്കുന്ന വിളി കേട്ടില്ലേ? ആ വിളിയിൽ ഇതല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നാട്ടുകാർ കൂടി പറ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നടപടി ഉണ്ടാക്കാനാണോ? അല്ല. ക്യാമറകൾക്ക് മുന്നിലെ പ്രകടനമാണ് സമരം. അവിടെ ക്യാമറ ടീംസ് എത്തും, കൃത്യമായിട്ട് ലൈവ് കൊടുക്കും. കാര്യം വാർത്താ കൂട്ടുകച്ചവടമാണ്. സതീശൻ്റെ നിർദ്ദേശാനുസരണം ആ ലൈവ് പോകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളെ TV കാണിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇതിനൊക്കെ വരുന്നത്. അവിടെ വന്നിട്ട് പോലീസുകാർക്ക് ഇതിനെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അത് വലിയ തെറ്റായിപ്പോയി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അങ്ങനെയാണ് ഇങ്ങനൊരു കോമഡി പിറന്നത്. ഇത് കണ്ടു നിന്നവരെല്ലാം അവിടെ തറയിൽ ഉരുണ്ട് കിടന്ന് ചിരിച്ചുപോയി എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്.
ഒപ്പം മഹിളാ കോൺഗ്രസ്സുകാരുടെ ആ വീറുറ്റ പോരാട്ടം വീഡിയോ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറങ്ങി വാടാ ആ ഡയലോഗാണ് ഏറ്റവും വമ്പൻ ഹിറ്റായി മാറിയിരിക്കുന്നത്.